KSRTCയുടെ പുതിയ സ്വിഫ്റ്റ് ബസ്സുകളുടെ ചേസുകൾ പൊട്ടുന്ന സംഭവം തുടർക്കഥയാവുന്നു. ബംഗളൂരുവിലേക്കുള്ള യാത്രയ്ക്കിടെ പത്തനംതിട്ടയിൽ വെച്ച് പുത്തൻ സ്വിഫ്റ്റ് ബസ്സിന്റെ ചേസാണ് പൊട്ടിയത്. 2 വർഷം മുമ്പ് വാങ്ങിയ ബസ്സാണിത്. ചേസിന് പൊട്ടൽ വീഴുമ്പോൾ വെയിൽഡ് ചെയ്തുറപ്പിക്കുകയാണ് പതിവ് രീതി. കൂടുതൽ ബസ്സുകൾക്ക് സമാനമായ പ്രശ്നങ്ങളുണ്ടെന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ അന്വേഷണം നടത്താതെ KSRTC ഇപ്പോഴും അറ്റകുറ്റപ്പണി മാത്രം ചെയ്യുന്നു. 100-ലേറെ ബസ്സുകൾ വാങ്ങിയപ്പോൾ KSRTCയിലെ തൊഴിലാളി സംഘടനകൾ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. TV പ്രസാദ് ചേരുന്നു. TV പ്രസാദ്, ഇപ്പോൾ രണ്ടാമത്തെ ബസ്സാണ്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അരുൺ, നമ്മൾ ഇന്നലെയാണ് തിരുവനന്തപുരത്തെ ഒരു ബസ് ഇങ്ങനെ പുത്തൻ ബസ്സിൻ്റെ ചേസ് പൊട്ടിയ വാർത്ത റിപ്പോർട്ട് ചെയ്ത് പാപ്പനംകോട് ഡിപ്പോയിൽ അത് നന്നാക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഇപ്പോഴും മറ്റന്വേഷണമൊന്നും KSRTC നടത്തിയിരുന്നില്ല. ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് പത്തനംതിട്ടയിൽ നിന്നും ഈ ഒരു വാർത്ത വരുന്നത്. പത്തനംതിട്ടയിൽ ബംഗളൂരുവിലേക്ക് പോകുന്ന KS-16 എന്ന AC ബസ്സിൻ്റെ ചേസാണ് പൊട്ടിയത്. AC ബസ്സിൻ്റെ ചേസ് പൊട്ടിയതിന് പിന്നാലെ അവിടെ അത് വെൽഡ് ചെയ്യാനായിരുന്നു നിർദ്ദേശം. ആ വെൽഡ് ചെയ്ത ഭാഗം വീണ്ടും പൊട്ടും, വീണ്ടും വെൽഡ് ചെയ്യും, വീണ്ടും പൊട്ടും, വീണ്ടും വെൽഡ് ചെയ്യും. അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. ആ ഭാഗം വെൽഡ് ചെയ്തില്ല എങ്കിൽ ആ ബസ് പിന്നെ എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ജീവനക്കാർ വിശദീകരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ 100-ലേറെ ബസ്സുകളാണ് KSRTC വാങ്ങിച്ചത്. അങ്ങനെ വാങ്ങിച്ചതിൻ്റെ ചേസിസാണ് ഇപ്പോൾ രണ്ടാമത്തെ ബസ്സും പൊട്ടിയിരിക്കുന്നത്. അതിനർത്ഥം ഒന്നിച്ച് വാങ്ങിയ ഈ ബസ്സുകളിലാണ് എന്തോ പ്രശ്നമുണ്ടായത്. അത് നിർമ്മാണത്തിലെ അപാകതയാണോ, അതല്ല ബോഡി നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടായ അപാകതയാണോ, അല്ല വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തിയാൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതുമില്ല. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ 2 വർഷം മുമ്പ് ഇത്ര 131 ബസ്സുകളാണെന്ന് ഒന്നിച്ച് വാങ്ങിയത്. ഒന്നിച്ച് വാങ്ങുന്ന സമയത്ത് തന്നെ എല്ലാ സംഘടനകളും ഒന്നിച്ച് അതിൽ പർച്ചേസ് അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവം പുറത്തു വരുന്നത്. അരുൺ, നമുക്ക് നേരത്തെ അറിയാം, ബിജു പ്രഭാകർ ഗതാഗത സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് വാർത്താ സമ്മേളനം നടത്തിയാണ് KSRTCയിൽ നടന്ന 100 കോടി അഴിമതിയെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ആ അഴിമതി അന്വേഷണത്തിൽ ഒന്നുമായില്ല എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യവും. എന്തായാലും നമ്മളിപ്പോൾ പുറത്തു കൊണ്ടുവന്ന ഈ വാർത്ത ഗൗരവത്തോടെ ഇതുവരെ KSRTC അധികൃതർ എടുത്തില്ല എന്നുള്ളതാണ്. 2 വർഷത്തിനുള്ളിൽ ഒരു ബസ്സിൻ്റെ നട്ടൽ എന്ന് പറയുന്ന ചേസ് പൊട്ടുക എന്ന് പറയുന്നത് അപൂർവമല്ല. അതിൽ രണ്ടാമത്തെ ബസ്സിൻ്റെ കാര്യമാണ് ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ബസ്സിനാണ് ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത്. TV പ്രസാദാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. രണ്ടാമത്തെ ബസ്സിൻ്റെയും ചേസ് പൊട്ടിയിരിക്കുന്നു. ഇത് നേരത്തെ ബിജു പ്രഭാകർ MD ആയിരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന അഴിമതി ആരോപണ കാലയളവിൽ വാങ്ങിയിരിക്കുന്ന ഒരു ബസ്സാണ് എന്നാണ് TV പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത്.